ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ശ്രുതി പറയാ, എന്താ ശ്രുതിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുമോ? ഞങ്ങൾ രണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം ഏയ് എനിക്ക് തോന്നും. നിനക്ക് തോന്നുമോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് തോന്നൂല. ഇത് എനിക്ക് വിശക്കുന്നതേ ഇല്ല, ഞാൻ വിശക്കുന്നു എന്ന് കള്ളം പറഞ്ഞതാ. ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞാലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റിയാലോ എന്ന് ഞാൻ ചെക്ക് ചെയ്തതാ. അല്ലെങ്കിലും മാസത്തിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശരീരത്തിന് നല്ലതാ ശ്രുതി. അപ്പൊ അത് ശ്രുതിക്ക് അറിയാല്ലേ? എനിക്കറിയാം അച്ഛ. വിശന്നിട്ടതേ വയറ്റിൽ ഗ്യാസ് കയറി അച്ഛ. അയ്യോ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നു. രേവതി വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചോദിച്ചു, അത് പിന്നെ കുടിക്കാനേ കുറച്ച് ചൂടുവെള്ളം തരുമോ? ചൂടുവെള്ളം ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അതിപ്പം ഞാൻ തന്നെ പോയി എടുത്ത് കുടിക്കണോ? എന്താ കുടിച്ചാലും നിങ്ങൾക്ക് കൈ ഉണ്ടല്ലോ. ഉണ്ട്, രണ്ട് കൈയുണ്ട്. മാറ് ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം, എനിക്കാണല്ലോ വിശപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി നേരെ ചെല്ലുകയാണ് ചൂടുവെള്ളം കുടിക്കാനായിട്ട്. പാവം, ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല കേട്ടോ. ചോറും കറികളും ഒക്കെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ പൊക്കി പൊക്കി നോക്കുക. എന്നിട്ട് ചൂടുവെള്ളം എന്ത് ചെയ്യാൻ? ചൂടുവെള്ളം കുടിച്ച് വിശപ്പടക്കാനായിരിക്കും ഈശ്വരാ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ചൂടുവെള്ളം കുമുക്കുമ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ. ഈ സമയത്ത് നമ്മുടെ രേവതി, സച്ചേട്ടൻ എന്തായിരിക്കും വരാത്തെ? ഇതെന്താ, സച്ചേട്ടൻ എവിടെ പോയതാ? നിന്റെ സച്ചേട്ടനെ പുറത്തുനിന്ന് നല്ല ഭക്ഷണം കഴിക്കുമായിരിക്കും, അതായിരിക്കും. ഇവിടെയോ ഭക്ഷണം കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടേ പുറത്തു പോയി കഴിക്കുന്നതായിരിക്കും. അവന്റെയൊക്കെ ഒരു യോഗം. ചിക്കൻ ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ. എവിടെന്നോ നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. ഈശ്വര, ഇതെവിടെന്ന്? അപ്പുറത്തെ വീടുകളിൽ വല്ല ഉണ്ടാക്കുന്നതാണോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി എന്നിട്ട് നേരെ രവീന്ദ്രനോട് എന്ന് പറഞ്ഞു, അച്ഛ, ദേ ബിരിയാണിയുടെ മണം. അല്ല അമ്മേ, ഇതെന്താ ഇന്നിവിടെ പാവയ്ക്കക്കറി വെച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രം എന്താ ബിരിയാണിയുടെ മണം അടിക്കുന്നത്? അപ്പോഴത്തേക്കാണ് നമ്മുടെ വരുന്നത്. സച്ചി വന്നിട്ട്, അതെ, നിനക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ബിരിയാണിയുടെ മണം അടിക്കും. ഒരു ബക്കറ്റൊക്കെ കയ്യിലുണ്ട് കേട്ടോ നമ്മുടെ സച്ചിയുടെ. അപ്പോഴത്തേക്കും തന്നെ ശ്രുതി, ഇതെന്താ ഒരു ബക്കറ്റ്? ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഇതാണ് ബക്കറ്റ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇതേ അടിപൊളിയാണ് കേട്ടോ. രേവതി ഇങ്ങൊന്ന് ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ച്. ഇതെന്തിനാ മാറ്റുന്നത്? അത് പിന്നെ ഇത് മാറ്റേണ്ട കാര്യമുണ്ടോ? അപ്പം ബിരിയാണി എവിടെ ഇരുന്ന് കഴിക്കും? ഓഹോ, അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതോ? അതൊന്നും സാരമില്ല, ഇപ്പൊ ഇതെടുത്ത് മാറ്റ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി, ദേ അച്ഛ, ദേ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ദേ അവൻ ബക്കറ്റ് ബിരിയാണി മേടിച്ചോണ്ട് കഴിക്കുന്നു. ഇതൊക്കെ ശരിയാണോ അച്ഛ? ഇതൊക്കെ എങ്ങനെയാ ശരിയാവുന്നത്? മനുഷ്യരിവിടെ പട്ടിണി കിടക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, അല്ല സച്ചേട്ട, എന്നെ കണ്ടാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, അക്വേറിയത്തിൽ നീന്തി തുടിക്കുന്ന ഗോൾഡ് ഫിഷ് പോലെ തോന്നും. ദേ രാവിലെ എണീറ്റ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഇതൊക്കെ. പിന്നെ എന്തിനാ നിങ്ങൾ ബിരിയാണി മേടിച്ചോണ്ട് വന്നത്? ഞാൻ ഈ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആയി പോവില്ലേ? വേസ്റ്റ് ആകും. അതെ, ഇതൊക്കെ വേസ്റ്റ് ആവില്ല എന്റെ പൊന്നു രേവതി, ഇതൊക്കെ നമുക്ക് രാത്രി കഴിക്കാമല്ലോ. ദേ രേവതി, ഇത് ബിരിയാണി അല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ബിരിയാണി അല്ലെന്നോ? പിന്നെ ഇതെന്താ? ദേ കള്ളം പറയാതെ, നല്ല ബിരിയാണിയുടെ വാസന തന്നെയാ വരുന്നത്. ഇത് വെറും ബിരിയാണി അല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇതേ ഒരു പ്രസാദം കൂടിയാ, പ്രസാദം. പ്രസാദമോ? ഏത് ക്ഷേത്രത്തിലെ ബിരിയാണി പ്രസാദമായിട്ട് കിട്ടുന്നത്? ഇത് ക്ഷേത്രത്തിലെ പ്രസാദമൊന്നും അല്ല. രേവതി, ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റി വെച്ചേ, വെള്ളവും എല്ലാം എടുത്ത് മാറ്റി വെക്കി, പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ആ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്ത് ചെയ്തു? ഒരു വലിയ വാഴയിലേക്ക് കൊണ്ടാട്ടോ വന്നത് പുള്ളിക്കാരൻ. ആ വാഴയിലേക്ക് അങ്ങോട്ട് ടേബിളിലേക്ക് അങ്ങ് അഴിച്ചങ്ങ് വെച്ചു. അതായത് വലിയൊരു വാഴയില കേട്ടോ. ആ ഒരു ബക്കറ്റ് ബിരിയാണി ഫുൾ അതിനകത്ത് കൊള്ളും. എന്നിട്ട് ആ ബക്കറ്റ് ബിരിയാണി മുഴുവൻ ആ വാഴയിലേക്ക് ഇങ്ങനെ തട്ടുകയാണ്. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ പറയേണ്ടതുണ്ടോ, നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും എല്ലാവരുടെയും കൺട്രോൾ പോയി. അതുപോലെ നല്ല മണമായിട്ട് വരുന്നത്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇത് കൊള്ളാമല്ലോ സച്ചേട്ടാ, ഇതൊരു വെറൈറ്റി സ്മെല്ലൊക്കെ ആണല്ലോ. അല്ല, സ്മെല്ലടിച്ചപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുക. അപ്പോഴത്തേക്കും പറഞ്ഞു, സ്മെല്ലടിക്കുമ്പോൾ ഇത് കഴിക്കാൻ തോന്നണമല്ലോ. വിശന്നിരിക്കുന്നവർക്കൊക്കെ ഇത് സ്മെല്ലടിക്കുമ്പോൾ കഴിക്കാൻ തോന്നണം. അതിനു വേണ്ടിയാണല്ലോ ഈ ഒരു പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, പ്രസാദമോ? നീ എന്താ മോനെ ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്? ബിരിയാണി പ്രസാദമായിട്ടൊക്കെ കിട്ടുമോ? ബിരിയാണി പ്രസാദമായിട്ട് കിട്ടും. അതെ, ഇതിനൊരു സവിശേഷതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങളൊക്കെ ഞെട്ടും. പ്രത്യേകിച്ച് ഇപ്പം പിണങ്ങി മാറിയിരിക്കുന്ന എൻ്റെ അമ്മ വന്ന് ഈ ബിരിയാണി മുഴുവൻ അങ്ങോട്ട് തിന്നും തീർക്കും.
ചന്ദ്ര ബിരിയാണി തിന്നു തീർക്കുന്നു. അല്ല, ഇതിനെന്താ പ്രത്യേകത? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ഇത് പ്രസാദമാണെന്ന്. രേവതി, ഇത് പ്രസാദമാണ്. ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വഴക്ക് കൂടിയിട്ട് ഇറങ്ങിപ്പോയവരുണ്ടെങ്കിൽ അവരിത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തിരിച്ചു കയറി വരും. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നുണകളാണല്ലോടാ സച്ചി നീ പറയുന്നത്. ആര് പറഞ്ഞു? നുണയാണെങ്കിലേ നിങ്ങൾ കഴിക്കണ്ട. വേണമെങ്കിൽ പോയവര് തിരിച്ചു കയറിയൊക്കെ വരും. ഇത് പ്രത്യേകം പറഞ്ഞുണ്ടാക്കുന്ന ഇത് അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല. ഇത് അവരോട് നമ്മൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പറയണം. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവര് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, കഴിക്കാം, കഴിക്കാതിരിക്കാം. ഏതായാലും ഞാൻ കഴിക്കാൻ പോവുകയാണേ. എനിക്കേ ഈ ബിരിയാണി കഴിച്ചേ പറ്റൂ. രേവതി, നീയും വാ, നീയും കഴിക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ ചന്ദ്ര, ഇതെങ്ങനെ സഹിക്കും ഞാൻ? ഇതെങ്ങനെയാ കഴിക്കാതിരിക്കുന്നത്? അല്ല സച്ചി, നീ പറഞ്ഞത് സത്യമാണോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓടിപ്പോയവർ തിരിച്ചു വരുമോ? ഓടിപ്പോയവര് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. പിണങ്ങിപ്പോയവര് തിരിച്ചു വരും, അത് ഉറപ്പായ കാര്യം തന്നെയാ. ഏതായാലും ഒരു കാര്യം ചെയ്യ്, കഴിച്ചോ എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര രവീന്ദ്രനെ ഒന്ന് ദയനീയ അവസ്ഥയെ നോക്കുന്നു, ശ്രുതിനെ ഒന്ന് ദയനീയ അവസ്ഥയെ നോക്കുന്നു, ശ്രുതിനെ ഒന്ന് നോക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പതിയെ പതിയെ ഓടി ചെന്നിട്ട് ആ ബിരിയാണിയിൽ കൈയിട്ട് വാരി ആക്രാന്തത്തോടു കൂടി കഴിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചല്ലോ, പിന്നെ എന്തിനാ ഞാൻ മസിൽ പിടിച്ചിരിക്കുന്നത്? അല്ല സച്ചി, ശരിയാണോ? ഇത് കഴിച്ചാൽ ഓടിപ്പോയവരും പിണങ്ങിപ്പോയവരും ഒക്കെ തിരിച്ചു വരുമോ? അയ്യോ അച്ഛാ, ഷുറായിട്ട് വരും അച്ഛാ, അത് ഉറപ്പായ കാര്യമാണ്. ശ്രുതിയാണെങ്കിൽ ഇതിനു മുമ്പ് വന്നിരുന്ന് കേട്ടോ, ഇതിനു മുമ്പ് വന്നിരുന്ന് അകത്താക്കാനും തുടങ്ങി. അങ്ങനെ നമ്മുടെ ശ്രുതി പിന്നെ എന്തിനാ മാറി നിൽക്കുന്നത്? പിന്നെ എനിക്കിത് സഹിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയും വന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ബിരിയാണി നമ്മുടെ സച്ചിയുടെ ഈ ഒരു ചെറിയ ഐഡിയ പ്രകാരം അവിടുത്തെ നിരാഹാരവും കിടക്കുന്ന ആ ഒരു ഇത് പോയി. നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും സച്ചിയും രേവതിയും സുധിയും ശ്രുതിയും എല്ലാം കൂടി വയറ് നിറയെ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ നമ്മുടെ ചന്ദ്ര ആദ്യമൊക്കെ വരാതെ ഇരുന്നായിരുന്നു കേട്ടോ ബിരിയാണി കഴിക്കാതെ. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വിഷമമാണല്ലോ ശ്രീകാന്ത് വർഷയും വരാത്തത് കൊണ്ട്. പിന്നെ നമ്മുടെ സച്ചി കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞു കേട്ടോ. പിന്നെ റഹീം എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നേർച്ചച്ചോറാണിത്, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോയവർ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു. ഇങ്ങനെ കുറേ പേർക്ക് അനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻ കഴിക്കുന്നവർക്കാണ് ഈ ഒരു ഇത് കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞ് നടുക്കത്തെ ആ ഒരു പോർഷനും കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും അത് കഴിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയാണ് ഓടി വരികയാണ്. ഞാൻ കഴിക്കാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, നീ അത് കഴിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ആർക്കാ കൂടുതൽ ഭാഗ്യം വേണ്ടത്? ഇവിടെ ആരാ കൂടുതൽ വിഷമിക്കുന്നത്? പിണങ്ങിപ്പോയതിൽ അവരൊക്കെ വന്ന് കഴിക്കണം, കഴിച്ചാലേ പിണങ്ങിപ്പോയവർ ഇങ്ങോട്ട് കയറി വരത്തുള്ളെന്ന്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടത്. ഇനിയിപ്പൊ അത് കഴിച്ചിട്ടെങ്കിലും കയറി വരുമല്ലോ, മാത്രമല്ല ഇതിന്റെ സ്മെൽ അങ്ങോട്ട് അടിച്ചിട്ട് സമാധാനമില്ല. അപ്പൊ അങ്ങനെയാണ് കേട്ടോ പുള്ളിക്കാരി വന്ന് കഴിച്ചത്. നമ്മുടെ രവീന്ദ്രന്റെ ഒരു ചിരിയൊക്കെ ഉണ്ട് ഈ സമയത്ത്. അപ്പോഴത്തേക്കും തന്നെ രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ ചന്ദ്രൻ നീ വന്നത് നന്നായി. ഏതായാലും നിന്റെ മകനും മരുമകളും തിരിച്ചു വരണമല്ലോ, എങ്കിൽ പിന്നെ നീ മടിയൊന്നും വിചാരിക്കണ്ട, നീ ഇത് കഴിച്ച് തീർക്ക്. അപ്പം നിന്റെ മരുമകളും മകനും ഇങ്ങോട്ടേക്ക് കയറി വരും, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. സച്ചി, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഇതുപോലൊരു നേർച്ചച്ചോറ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും കൊള്ളാം എടാ സച്ചി, നീ കൊള്ളാം എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ സച്ചിയിൽ നോക്കിയിട്ടൊന്ന് ആഗ്രഹമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും സച്ചി ഇതെല്ലാം വെറുതെ പറയുന്നതാണെന്നും നമ്മുടെ രവീന്ദ്രനെ അറിയാം. ഇടയ്ക്ക് സച്ചി കണ്ണടച്ച് കാണിച്ചായിരുന്നു രവീന്ദ്രനെ. ഏതായാലും ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഇത് കുണുകൂടാ വാരി തിന്നുകയും ചെയ്തു. ഏതായാലും കഴുത്തമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയും ചന്ദ്രനെയും സുധീനെയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ശ്രുതി? അതെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഏതായാലും ഞാൻ കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ നിരാഹാരം കിടക്കുന്നു പറഞ്ഞാൽ നിരാഹാരം കിടക്കും. ഇതൊന്നും കണ്ടിട്ട് എൻ്റെ കൺട്രോളൊന്നും പോയതല്ല. എൻ്റെ ശ്രീകാന്തുമോ വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ബിരിയാണി കഴിച്ചത്. എനിക്കൊരു സംശയം ശ്രുതി, ഇതൊക്കെ സത്യമായിരിക്കുമോ? സത്യമായിരിക്കും. സച്ചി പറഞ്ഞല്ലേ, സത്യമാകാനും സത്യമാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഏതായാലും കഴിച്ചു തീർന്നല്ലോ. അല്ല, കഴിച്ചു തീർന്നിട്ടും ഇതുവരെ
പിണങ്ങിപ്പോയവർ തിരിച്ചു വന്നില്ലല്ലോ. അല്ല എന്തു പറ്റി ശ്രീകാന്ത് പക്ഷേ വരാത്തത്? ആ, അതിനൊക്കെ ഒരു സമയം കാണും. ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങ് വന്നിട്ട് ഇതെന്തു പറ്റി? ഇതിങ്ങനെ വെപ്രാളപ്പെടാതെ, ഇത് കഴിച്ചു കഴിഞ്ഞ് ആശ്വാസമായിട്ട് ഇരുന്ന് കുറച്ചു നേരമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിണങ്ങിപ്പോയവർ തന്നെ തിരിച്ചു വന്നോളും. ചിലപ്പോൾ ഇന്ന് വന്നില്ലെങ്കിൽ നാളെയും വരാം, നാളെ വന്നില്ലെങ്കിൽ മറ്റന്നാളും വരാം, മറ്റന്നാൾ വന്നില്ലെങ്കിൽ പിന്നെയും വരാം. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അപ്പം ഇന്ന് തന്നെ അവർ വരത്തില്ലേ? ആ, അതെനിക്കറിയത്തില്ല. ഏതായാലും ഈ നേർച്ചച്ചോറ് എൻ്റെ അമ്മ കഴിച്ചല്ലോ. ഇപ്പൊ അമ്മയുടെ സത്യാഗ്രഹം അവസാനിച്ചല്ലോ. ഇനിയിപ്പോ സത്യാഗ്രഹം കിടക്കേണ്ട കാര്യമില്ല, അവര് തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ സച്ചിയെ നോക്കി ഒന്ന് ചിരിക്കാണ് കേട്ടോ. രേവതിക്ക് അറിയാം സച്ചിയുടെ 18ാമത്തെ അടവ് എന്താണ്. ഇനിയിപ്പോ സച്ചി എന്തൊക്കെ അടവ് ഇറക്കുന്നത്. സച്ചി ഇങ്ങനെ നിൽക്കുമ്പോ രേവതി ഇങ്ങനെ നോക്കി ചിരിച്ചപ്പോ സച്ചി പറഞ്ഞു പോന്ന് ഇങ്ങനെ കാണിക്കാണ്. ചിരിക്കരുത് എന്ന് കാണിക്കാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്, ചന്ദ്രയും ശ്രുതിയൊക്കെ ചോദിക്കുക, അതെ സച്ചി ഇത് ആരുണ്ടാക്കിയതാ? ഇത് ഇതുപോലെ നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് പിന്നെ എവിടെ നിന്ന് വന്ന പാചകക്കാരനാണെന്ന് അറിയത്തില്ല. അറേബ്യയിൽ നിന്ന് വന്നതാണോ മലേഷ്യയിൽ നിന്ന് വന്നതാണോ എന്നൊന്നും എനിക്കറിയില്ലാന്ന്. പെട്ടെന്നാണ് മലേഷ്യയുടെ കാര്യം നമ്മുടെ ചന്ദ്രയ്ക്ക് ഓർമ്മ വന്നത്. ചന്ദ്രയ്ക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അപ്പൊ മലേഷ്യയുടെ കാര്യം ഓർമ്മ വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും അറിയാതെ ഒന്ന് പതറിപ്പോവാണ് കേട്ടോ മലേഷ്യ എന്ന് പറയുമ്പം. അപ്പൊ നമ്മുടെ ചന്ദ്ര വീണ്ടും ഓർക്കുക, മലേഷ്യ മലേഷ്യന്ന് ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. അതെന്താ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വരാത്തത് എന്ന് പറഞ്ഞിങ്ങനെ ഓർത്തോട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത്? അത് പിന്നെ മലേഷ്യ എന്ന് പറഞ്ഞപ്പം ഞാനൊരു കാര്യം ഓർത്തു. അല്ല ശ്രുതി, നിന്റെ അച്ഛൻ മലേഷ്യ എന്നല്ലേ വരുന്നത്? അല്ല ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ എവിടെ പോയി? മലേഷ്യയിൽ നിന്നാണല്ലോ നിന്റെ അച്ഛൻ വരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, പെട്ടുപോയില്ലേ നമ്മുടെ ശ്രുതി. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛാ ബിരിയാണി അകത്ത് ചെന്നപ്പോഴേ അമ്മ പഴയ അമ്മയായി. എനിക്കൊരു സിനിമയുടെ പേരാ വരുന്നത്, മമ്മി ഇല്ലേ അത് തന്നെ. അല്ല ആ മമ്മീനെ കാണുമ്പോഴത്തേക്കും ഈ മമ്മീനെ ഓർമ്മ വരുവേ. ഏതായാലും ഈ മമ്മി പഴയ മമ്മി ആയല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പഴയ മമ്മിയോ? എന്ത് മമ്മി? അപ്പം ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ശ്രുതി നിന്റെ അച്ഛൻ എവിടെ? ഇതിനിടയിലെ ഞാനത് ചോദിക്കാൻ മറന്നുപോയി. നിന്റെ അച്ഛൻ എവിടെ? അതാദ്യം പറ. നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ അച്ഛൻ നിന്റെ അച്ഛൻ എന്ത് പറ്റി? അത് ഞാൻ അച്ഛനെ ഫോൺ ചെയ്തിരുന്നു, പക്ഷേ കിട്ടുന്നില്ല. അച്ഛൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഓ, നീയല്ലേ പറഞ്ഞത് അച്ഛൻ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറി എന്നൊക്കെ. എന്നിട്ട് ഇവിടെ ഇതുവരെ എത്താറായില്ലേ? ഫംഗ്ഷനും വന്നില്ല. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എത്രയായി ഇപ്പം? ഒരു ദിവസം കഴിഞ്ഞില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇതുവരെ ഫ്ലൈറ്റ് കയറിയ ആള് ഇങ്ങോട്ടേക്ക് വന്നില്ല? അത് പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല ആന്റി. ഞാൻ കുറെ തവണ വിളിച്ചു, അച്ഛന്റെ ഫോണ് സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫോ? ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറൂലോ. ഇപ്പോഴും അങ്ങനെ തന്നെ. നീ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്കെന്നല്ല ആർക്കും. അപ്പൊ സച്ചു പറഞ്ഞു, അച്ഛാ അമ്മയ്ക്ക് ഇപ്പോഴും ഇവളെ മനസ്സിലായിട്ടില്ല, എൻ്റെ പൗഡർ എടുത്തി ആരാണ് എന്താണെന്നൊന്നും. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറഞ്ഞു, അത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോൾ അദ്ദേഹം തിരികെ പോയി കാണും. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അദ്ദേഹം ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞത്? ഈ ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെ തിരിച്ചു പോകുന്നേ? ഇതിന്റെ ഫ്ലൈറ്റ് തിരിച്ചു വിടുവോ? ആരേലും അങ്ങനെ തിരിച്ചു വിട്ട സംഭവം ഉണ്ടോ? അല്ല യാത്രക്കിടയിലെ ചില ഫ്ലൈറ്റുകൾ കാണാതെ ആകുന്നതല്ലേ. അതുപോലെ ഇവളുടെ അച്ഛൻ വന്ന ഫ്ലൈറ്റും കാണാതെ ആയോ എന്നിങ്ങനെ സച്ചി. അപ്പൊ രേവതി പറഞ്ഞു, കാണാതായെങ്കിൽ ന്യൂസ് ഒക്കെ വരില്ലേ പത്രത്തിലും ടിവിയിലും ഒക്കെ. അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടില്ല. രേവതി, ഇവളുടെ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത്. അല്ല ഇവളുടെ ഇളയച്ചൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കായിരുന്നല്ലോ, അച്ഛൻ എവിടെ പോയി, അച്ഛൻ എന്തു പറ്റി, ഇനിയിപ്പോ അച്ഛൻ ആകാശത്ത് നിന്ന് പറന്നു പോയോ എന്നൊക്കെ. ഒരുപാട് ഓപ്ഷൻസ് അല്ലേ കിടക്കുന്നത്, വിളിച്ചു ചോദിക്കണം. അതിനിപ്പോ എന്താ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് ശരിയാണല്ലോ, അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ വന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു വിവരവും ഇല്ലല്ലോ, വിളിക്കാറ് പോലും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇളയച്ചനെ പലതവണ വിളിച്ചിരുന്നു, ഇളയച്ചനും ഫോൺ എടുക്കുന്നില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ അച്ഛാ, പറയുന്ന കേട്ടോ ഞങ്ങളുടെ പൗഡർ എടുത്തി. ഇളയച്ഛനും ഫോൺ എടുക്കുന്നില്ല, അച്ഛനും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഫംഗ്ഷനിൽ നിന്റെ അച്ഛൻ വരുന്നു പറഞ്ഞു ശ്രുതി, പക്ഷെ വന്നില്ല. ഫ്ലൈറ്റിൽ കയറി എന്ന് പറയുന്ന ആളെ ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. ചോദിക്കുമ്പം അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ്, ഇളയച്ഛൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയാ നീ പറയുന്നത്. ഇതിലെന്താ വിശ്വസിക്കേണ്ടത്? നീ കള്ളം പറഞ്ഞ് വീണ്ടും എന്നെ പറ്റിക്കുകയാണോ? നീ കുറെ നാള്
കടയുടെ പേര് മാറ്റിക്കൊണ്ട് നടന്ന് എൻ്റെ അടുത്ത് കള്ളത്തരം കാണിച്ചു. ഇപ്പൊ നീ അടുത്ത കള്ളത്തരം കാണിക്കാണോ? ശ്രുതി, നീ സത്യം പറഞ്ഞോ? സംഭവിക്കുന്നത് എന്താ ഇവിടെ? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ഞാൻ ചോദിക്കുന്നത്. നീ എന്നെ പറ്റിക്കുകയാണെങ്കിൽ ദേ അറിയാലോ ഈ ചന്ദ്രയുടെ സ്വഭാവം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, പൗഡർ എടുത്തി അറിയാലോ, ദേ എൻ്റെ അമ്മയുടെ സ്വഭാവം. പിന്നെ അമ്മ അമ്മയല്ലാതാവും. ദേ ഇപ്പം മമ്മിയാണെങ്കിൽ മമ്മിയുടെ മമ്മിയായിട്ട് എൻ്റെ അമ്മ ഇവിടെ കിടന്ന് ഓംകാര നടനമാടിടുമേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശ്രുതിയുടെ മെക്കിട്ട് കയറുന്നത്? അവളുടെ അച്ഛൻ വന്നോളും. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വലിയ ബിസിനസ്സുകാരനൊക്കെ അല്ലേ, അപ്പൊ ചിലപ്പോൾ തിരിച്ചു പോകേണ്ടത് വന്നു കാണും. ഇവിടെ ലാൻഡ് ചെയ്തിട്ട് അടുത്ത പ്ലെയിൻ വിളിച്ചായിരിക്കും ചിലപ്പം തിരിച്ചു പോയത്, വല്ല ഫ്ലൈറ്റും വിളിച്ച് തിരിച്ചു പോയി കാണുന്ന. നമ്മുടെ ശ്രുതി പറയുന്നത് കേട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രന് ചിരി വന്നു. രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നോടാ, പൊട്ടത്തരം പറയാതെ ഫ്ലൈറ്റ് വന്നിട്ട് വിളിച്ചിട്ട് കയറിപ്പോയി. ഇത് എന്തുവാണോ, വല്ല ഓട്ടോറിക്ഷ വല്ലതും ആണോ വണ്ടി വിളിച്ചോണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ വലിയ ടാക്സി വല്ലതും ആണോ എന്നൊക്കെ ചോദിച്ചപ്പം, അല്ല അങ്ങനെയും ആവാലോ, വലിയ പണമുള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് വിമാനമൊക്കെ ഉണ്ടല്ലോ. ഓഹോ, നീ ഒന്ന് നിർത്തറ പൊട്ട എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാം. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഒത്തിരി വലിയ പണമുള്ളവരല്ലേ, അപ്പൊ ചിലപ്പോൾ സ്വന്തമായിട്ട് വിമാനം കാണും, സ്വന്തമായിട്ട് ട്രെയിൻ കാണും, അങ്ങനെയൊക്കെ ചിലപ്പോൾ കണ്ടെന്നൊക്കെ ഇരിക്കും. അല്ല പൗഡർ എടുത്തി, എനിക്കറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക, ഈ മലേഷ്യയിലെ സ്വന്തമായിട്ട് വിമാനമുള്ള ആളാണോ ഈ പറയുന്ന എൻ്റെ പൗഡർ എടുത്തിയുടെ അച്ഛൻ? അല്ല അറിയാമല്ലാഞ്ഞിട്ട് ചോദിച്ചതാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതെന്താ കളിയാക്കുവാണോ സച്ചിനി എന്നെ? അല്ല അമ്മേ, കണ്ടില്ലേ സച്ചി എന്നെ കളിയാക്കുന്നത്. അപ്പൊ സച്ചിനെ കുറ്റം പറയുമ്പോഴത്തേക്ക് സച്ചിയുടെ മെക്കിട്ട് കയറും എന്നാണ് നമ്മുടെ ശ്രുതിയുടെ വിചാരം, ചന്ദ്ര. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, കളിയാക്കും കളിയാക്കും, ഇനി ഞാൻ എല്ലാവരുടെയും കളിയാക്കി കേൾക്കൂലോ. കാരണം ഞാനാണല്ലോ പറഞ്ഞത് മലേഷ്യയിലാണ് നിന്റെ അച്ഛൻ, നിന്റെ അച്ഛൻ ഇന്ന് വരും, നിന്റെ അച്ഛൻ അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും. നീ കണ്ടതാണല്ലോ വർഷയുടെ കയ്യും നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് നിന്നത്. എല്ലാവരുടെയും ചോദ്യത്തിനെ ഞാൻ അവിടെ നിന്ന് ഉരുക്കി തീരുമായിരുന്നു. എന്നിട്ടിപ്പം മലേഷ്യയിലെ അച്ഛനെയും കാണുന്നില്ല, ഇളയച്ഛനെയും കാണുന്നില്ല. എന്താണെങ്കിലും ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം, എനിക്ക് നിന്റെ ഇളയച്ഛനെ കാണണം, അതുപോലെ നിന്റെ അച്ഛനെയും കാണണം, വിളിച്ചിരിക്കണം, ഇവിടെ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ ചന്ദ്ര ആരാന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ കോഴിക്കാലും എടുത്ത് കടിച്ച് പെട്ടെന്ന് ബിരിയാണിയും കഴിച്ച് എണീറ്റൊക്കെ പോയത്. അപ്പൊ ഈ ഒരു സീൻ കഴിയുമ്പോഴത്തേക്കുമാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷമാണ്. അതുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ ഓരോരോ ലൈക്കുകളും ഒക്കെയാണ് വീണ്ടും നമ്മുടെ വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. പിന്നെ കുറേ നാളായി പറഞ്ഞിട്ട് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം, എൻ്റെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം, എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഗോപതിയുടെയും ബാലൻ്റെയും കഥ നമ്മൾ റിയൽ സ്റ്റോറിയിൽ രാവിലെ തന്നെ ഒരു 9 മണിയോടുകൂടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ആരുടെയായിരുന്നു, പെട്ടെന്ന് എല്ലാം മറന്നു പോവാ, പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് ശേഷം അത് നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഒരു ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് ശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊരു 2 മണി 2:15 കൂടി അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.